ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ ജോജു ജോർജ് നായകനാകുന്ന വരവ് സിനിമ കാണാൻ വന്നിരിക്കട്ടെ. വളാഞ്ചേരി കാർത്തികയിലാട്ടോ. അപ്പോൾ എന്തായാലും പടം കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്തായാലും ജോജുവിൻ്റെ കിൻഡലടിക്കും അതുപോലെ തന്നെ ഷാജി കൈലാസിൻ്റെ ആ പഴയ രീതിയിലുള്ള പവർഫുൾ ഡയറക്ഷനും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആഗ്രഹത്തിൻ്റെ പുറത്താട്ടത്തിന് വന്നിട്ടുള്ളത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയാണ്. കണ്ട് എന്തായാലും അതിൻ്റെ റിവ്യൂ ഉണ്ടാവും. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് പറയാൻ വെച്ചാൽ ഒരു അടിപൊളി പടം. അതായത് ഒരു പ്രതികാര കഥ കേട്ടോ. തൻ്റെ അനിയന് വേണ്ടിയിട്ട് ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയിട്ട് അതിന് പ്രതികാരം ചെയ്യുന്ന നായകൻ്റെ ഒരു കഥയാണ്. അതായത് നമ്മുടെ ജോജു ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ അനിയൻ റോളിൽ വരുന്നത് നമ്മുടെ അർജുൻ അശോകനാണ്. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ഓരോ പ്രതികാരവും അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും മറ്റുള്ള കാര്യങ്ങളാണ് സിനിമ മൊത്തത്തിൽ സംസാരിക്കുന്നത്. ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സാംസിയസ് അടിപൊളിയാണ്. ചില ഇടങ്ങളിൽ അതൊരു മുഴച്ച് നിൽക്കുന്നതായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ക്യാമറ സത്യം പറയാലോ അടിപൊളിയായിട്ട് അതിൻ്റെ ക്യാമറ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, ഒരു മടുപ്പിക്കാത്ത രീതിയിൽ അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്ത അടിപൊളിയായി ചെയ്ത് നല്ല ആ ഒരു എന്താ പറയുക നമ്മുടെ വാഗമണ്ണിൻ്റെ ഒരു ഭംഗി അതിൽ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഡയറക്ഷൻ. ഷാജി കൈലാസ് അന്നും ഇന്നും എന്നും പുള്ളിയുടെ ആ ഒരു മേക്കിങ് അടിപൊളിയായിട്ട് പുള്ളി എന്താ പറയുക ഒരു ഓവർ റേറ്റഡ് ആവാതെ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ആക്ഷൻ ഇതിലുണ്ട്. ഓരോന്നിനും ഓരോ ഫൈറ്റ് മാസ്റ്റേഴ്സാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു മികവ് ഇതിൽ കാണും. പിന്നെ ഈ ഷാജി കൈലാസിൻ്റെ സിനിമകളിൽ പ്രത്യേകം കാണിക്കുന്നൊരു സംഭവമുണ്ട്. ഈ നായകൻ്റെ ആയാലും ആ വില്ലന്മാരുടെ ആയാലും അവരുടെ ക്ലോസ് ഷോട്ടാവും മിക്കവാറും സിനിമകളിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അല്ലാതൊരു എന്താ പറയുക ഒരു വൈഡ് ആയിട്ടല്ലേ. കാരണം അതായത് നമ്മുടെ ആളെങ്ങനെ ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ ആക്ഷനും അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ കാണിക്കുമ്പോൾ ഒരു ക്ലോസ് ആംഗിളിലേക്കാരും ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള അസീസ്, ബൈജു, ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കോയിലെ വില്ലനായിട്ട് വന്ന നമ്മുടെ ഷമ്മി തിലകൻ്റെ മകൻ അതൊക്കെ നല്ല അടിപൊളിയായി. പക്ഷേ ലാസ്റ്റൊന്നും പുള്ളിയുടെ ഒരു റോള് വേണമെന്ന് കാരണം പുള്ളിയൊന്നും ജസ്റ്റ് ആ മാർക്കോയിലത്തെ തന്നെ ഒരു സ്റ്റൈലിഷ് സംഭവങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. പുള്ളി ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടില്ല ആ ഒരു ക്യാരക്ടർ കേട്ടോ. അതുപോലെ തന്നെ മുരളി ഗോപിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് പറയാതെ കേട്ടോ. പുള്ളിയുടെ ഒരു ഡയലോഗും കാച്ചി കുറുക്കിയുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പ്രത്യേകം എടുത്ത് പറയാനുള്ള ഒരു സംഭവമുണ്ട്. ആക്ഷന് അത് കിൻഡലടി അടിക്കാൻ നമ്മുടെ ജോജുവിന് പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അത് പറയാതെ വയ്യട്ടോ. പിന്നെ ഈ കഥ ഒരുപാട് നമുക്ക് പറയാം. കാരണം അതൊരു പ്രതികാര കഥയാണ്. പിന്നെ അതിൻ്റെ ചില സസ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്പോയിലർ ആക്കണില്ല. പക്ഷേ ടോട്ടലി പടം പറയുമ്പോൾ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്കൊക്കെ ഒരു എന്താ പറയുക ഒരു ക്ലീഷേ തോന്നും. കാരണം നായകൻ മാത്രം എല്ലാവരും അടിച്ചിടുന്ന ആ ഒരു സംഭവം കാണിക്കുമ്പോൾ ചിലവർക്ക് ക്ലീഷേ തോന്നാം. പക്ഷേ ടോട്ടലി നമ്മുടെ ഷാജി കൈലാസിൻ്റെ പടങ്ങൾ നമുക്കറിയാം നായകൻ അത്രത്തോളം പവറുള്ള ഒരു ക്യാരക്ടറാവും. അതുപോലെ തന്നെ വില്ലന്മാരും. അതുകൊണ്ട് തന്നെ അടിപൊളി ചിത്രം, എല്ലാവരും കാണേണ്ട ചിത്രം കേട്ടോ.